നമസ്കാരം. പേളിമാണിയുടെ വിശദീകരണ വീഡിയോ കണ്ടു. ഒരു കാര്യം പറയാം, അഭിനയം ഒട്ടും വഴങ്ങത്തില്ല കേട്ടോ. അഭിനയിക്കാൻ തന്നെ വളരെ മോശമാണെന്ന് ഇന്നത്തെ ഒരൊറ്റ വീഡിയോ കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. 21 മിനിറ്റിലേറെ എടുത്ത് താൻ ഇട്ട പോസ്റ്റിന്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് ആ പോസ്റ്റ് വന്ന് ഏകദേശം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പൊത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോ കൊടുക്കുമ്പോൾ അവരോട് പറയാനുള്ളത്, മലയാളികൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർ പേളിമാണി അതിബുദ്ധി അല്ലെങ്കിൽ അതിസാമർഥ്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില വിശദീകരണങ്ങൾ കൊടുത്താൽ കണ്ണടച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല. നിങ്ങൾ ഡൽഹിയിലെ യൂത്ത് വിപ്ലവം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ ഡാഡി സ്വഭാവം കാണിക്കരുത്. കാര്യം സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു നയം കുട്ടികളുടെ ഒരു സുരക്ഷിതത്വമാണ്, പോലീസുകാരുടെ സുരക്ഷിതത്വമാണ്, ഞാനെന്നൊരു നന്മ മരം, ഞാനെന്നുള്ളൊരു ലോലഹൃദയ, ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വിഷയം നടന്നതിന് ശേഷം ഒരു പ്രതികരണം നടത്താൻ തന്നെ എത്ര ദിവസം എടുത്തു? ഏകദേശം 4-5 ദിവസത്തോളം. നിങ്ങൾക്ക് ഈ മനോഭാവമായിരുന്നെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു. കാര്യം അതുമായി ബന്ധപ്പെട്ട് കമന്റുകൾ വന്നപ്പോൾ ചിലരെ നിങ്ങൾ ബ്ലോക്ക് ആക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിബി മലയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സംവിധായകനെതിരെ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ ഇപ്പൊ വിശദീകരിക്കുമ്പോൾ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ ആ ഊരാക്കുടുക്കിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോകാനായിട്ട് ഇതുപോലുള്ള പല നമ്പറുകൾ പറഞ്ഞാൽ വായിക്കുന്നവർക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. എല്ലാവരും പേളിമാണിയെ പോലെയല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് ചേർത്ത് പറയുമ്പോൾ അങ്ങ് വിശ്വസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാനേ പറയത്തുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾക്ക് ആ യൂത്ത് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രന്മാർ അയച്ച മെയിലും വാങ്ങി അതിന്റെ പണം പറ്റാൻ വേണ്ടി ഇട്ട ആ പോസ്റ്റ് അത് വളരെ നിഷ്കളങ്കമായിരുന്നു. ഞാൻ ആ കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ്, ഞാൻ കണ്ട വീഡിയോകൾ വെച്ചിട്ടാണ്, അതിനുശേഷം പിന്നെ വീഡിയോയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഉടായ്പ് കാണിച്ചതിന് ശേഷം ആ ഉടായ്പിനെ ന്യായീകരിക്കാനും എൻ്റെ ഫോളോവേഴ്സ് പോയി കഴിഞ്ഞാൽ വരുമാനം മുട്ടും, അപ്പോൾ അവരെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യണം? അഭിനയിച്ച് അവരെ കൺവിൻസ് ആക്കണം. ഇതിനെയൊക്കെ കേൾക്കാനൊക്കെ തയ്യാറാകുന്നവരോട് പറയാനുള്ളത്, ഒരു രാഷ്ട്രീയ നിലപാടുമില്ലാതെ തീർത്തും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സംഘപരിവാറുകാരായിട്ട് ഈ നാട്ടിൽ ഒരു പരീക്ഷാ പേപ്പർ ചോർന്ന സന്ദർഭത്തിൽ വായ തുറന്നിട്ടില്ല, അതിന്റെ ലീക്കേജ് ഒരു ആശങ്കപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം 23ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തത് എൻ്റെ പ്രശ്നമേ ആയിരുന്നില്ല. പൊടുന്നനെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾ സ്വയം തെരുവിലേക്ക് വരുമ്പോൾ ആ തെരുവിലേക്ക് വന്നത് ആർക്കെതിരാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ എൻ്റെ രാഷ്ട്രീയം മൂടി വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ 916 നിഷ്പക്ഷ കാപട്യന്മാർ എന്താണോ ചെയ്യുന്നത് അതെ ഇപ്പോ പേളിമാണിയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ പേളിമാണി വന്ന് 4 വികാരാധീനായിട്ടുള്ള ഡയലോഗൊക്കെ കാച്ചിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഈ നാടെടുത്ത സ്റ്റാൻഡ് മാറുമെന്ന് കരുതരുത്. അതൊരു ഉറച്ച സ്റ്റാൻഡാണ്. നിങ്ങളെപ്പോലുള്ള വ്യക്തികളെയൊക്കെ ഈ കാപട്യത്തിലൂടെയും ഏതെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ശല്യമായിട്ടുള്ള ഒരു അവിയൽ പരിപാടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ അങ്ങോട്ട് അഭിനയിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ചിന്താശേഷിയില്ലാത്ത കുറെ പേർ പിന്നാലെ നടന്ന് വീട്ടിനകത്തെ സ്വകാര്യ കാര്യങ്ങളൊക്കെ പുറത്തേക്കെടുത്തിട്ട് അതിനെ ദൃശ്യവൽക്കരിച്ച് കച്ചവടം നടത്തി നിങ്ങൾ കാശുണ്ടാക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ പ്രിവിലേജ് വെച്ചിട്ട് ഈ നാട്ടിൽ ഞാനാണ് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലും എൻ്റെ പോസ്റ്റിന് എൻ്റെ പേജിന് റീച്ച് ഉള്ളത് കൊണ്ട് എന്ത് വിവരക്കേട് ആർക്കെതിരെയും പറഞ്ഞതിന് ശേഷം സംവിധായകൻ സിബി മലയിൽ ഉൾപ്പെടെയുള്ളവരെയൊക്കെ പൊട്ട സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെ പറയാൻ പാടില്ല, റിഗ്രറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട മനസ്സുള്ള നിങ്ങളെ എങ്ങനെയാണ് ഈ പൊതു സമൂഹത്തിന്റെ മുന്നിൽ ക്യാമറകൾക്ക് മുന്നിൽ ഈ പുട്ടിയിട്ട് വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ മാന്യനാണ്, നന്മപരമാണെന്നൊക്കെ നമ്മൾ കരുതണമെന്ന് പറയണമെങ്കിൽ അതിന് തൽക്കാലം സൗകര്യപ്പെടില്ല. ഇത്തരം ആൾക്കാരെയൊക്കെ കേൾക്കാതിരിക്കുക. അവർക്കുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവർ എന്താണ് സമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇവരൊന്നും ഒരിക്കലും ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം നിന്ന് അതിൻ്റെ ആനുകൂല്യം പറ്റാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് സ്വന്തം നിലപാട് കൊണ്ട് തെളിയിച്ചവരാണ്. അതുകൊണ്ട് അവരോട് എടുത്ത സമീപനം 1 ഇഞ്ച് മലയാളികൾ ബാക്കിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.